ഷെഫിന്റെ ജോലി എന്ന് പറയുമ്പോൾ നല്ല ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ജോബാണ്. തന്നെ നമ്മൾ വർക്കൗട്ടും കൂടെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി ഡബിൾ ടയേർഡ് ആവും. ഇതിലത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് നേരത്തെ ഒന്ന് കിടന്ന് ഉറങ്ങിയ ശേഷം രാവിലെ നമ്മൾ എണീച്ചു നേരെ ജിമ്മിൽ പോയി. നമ്മൾ പ്രീ വർക്കൗട്ട് ഒന്നും എടുത്തില്ല, കാരണം ഇന്ന് റെസ്റ്റ് ഡേ ആണ്. എന്നിട്ട് ഞാൻ ജിമ്മിൽ പോയി. അതിന്റെ കാരണം ഇന്ന് ആപ്സ് ഒന്ന് ഹിറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ആപ്സിന്റെ കൂടെ തന്നെ ഹ്യൂമൻ ഫ്ലാഗ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി, കോർ കുറച്ചുകൂടെ സ്ട്രെങ്ത് ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നേരെ നമ്മൾ സൈഡ് ക്രഞ്ച് ചെയ്തിട്ട് നേരെ നമ്മൾ ജിമ്മിൽ നിന്ന് ഇറങ്ങിയോണ്ട് തന്നെ നേരെ നമ്മൾ റൂമിൽ പോയിട്ട് നമ്മളെ പഴവും നമ്മളെ മുട്ട എടുത്ത ശേഷം നേരെ രാവിലത്തെ മീല് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. എനിക്ക് DM-ൽ ഒത്തിരി മെസ്സേജ് വരുന്നുണ്ട്, പക്ഷേ എനിക്ക് ഒന്നിനും റിപ്ലൈ ചെയ്യാൻ എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ആർക്കും മെസ്സേജ് അയക്കാത്തത്. ഡ്യൂട്ടി ടൈം അതുപോലെ ജിമ്മിൽ പോകണം, പിന്നെ നമ്മളെ എഡിറ്റിംഗ് മറ്റു കാര്യങ്ങൾ എല്ലാം കൂടെ കഴിയുമ്പോൾ എനിക്ക് ഒരു ടൈമും കിട്ടത്തില്ല തിരിച്ച് റിപ്ലൈ തരാൻ. ആരും പേര് ചോദിക്കുന്നുണ്ട് ഷെഫിന്റെ ജോബ് സെറ്റ് ആണോ, ഷെഫിന്റെ ജോലിയൊക്കെ അടിപൊളിയാണ്, നമുക്ക് അതിനോട്ട് ഇൻട്രസ്റ്റ് തോന്നിയാൽ മാത്രം. പുറമേ കാണുമ്പോൾ റീല് കാണുമ്പോൾ ഷെഫിന്റെ ജോബ് അത്ര ഈസി ഒന്നുമല്ല, നല്ല ടാസ്ക് ആണ് ഷെഫിന്റെ ജോബ്. ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കുന്ന ആൾക്കാരുടെ എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ, നമ്മൾ പഠിക്കുന്നൊന്നും അല്ല, നമ്മൾ ഹോട്ടലിലെത്തുമ്പോൾ എല്ലാം ഭയങ്കര ഡിഫറന്റ്. എല്ലാ വീഡിയോസിലും ഞാൻ വഴിയെ തന്നെ പറയാം നിങ്ങൾക്കുള്ള റിപ്ലൈ. ആരും കഴിച്ച് കുളിച്ച് ഫ്രഷ് ആയിട്ട് നേരെ നമ്മൾ ഡ്രസ്സും ചെയ്ത് ഈ ഒരു ഷെഫ് ജോലിക്ക് ഡെയിലി നമ്മൾ ഫ്രഷ് ആയിട്ടാണ് രാവിലെ പോകുന്നത്. അതുപോലെ എപ്പോഴും നമ്മൾ ഹൈജീനും മെയിൻറ്റെയിൻ റൂം മൂട്ടി നേരെ ഇറങ്ങി നമ്മൾ ലിഫ്റ്റ് കയറി താഴെ ഇറങ്ങി നമ്മളെ ബസ്സിൽ നമ്മളെ നേരെ പിടിച്ചു. എന്റെ ഹെൽത്തിനും ബോഡിക്ക് നല്ല പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്, കാരണം നമുക്ക് ഈ ജോബ് നമുക്ക് ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മൾ ബോഡി വർക്കൗട്ട് എല്ലാം നമ്മൾ കൊണ്ടുപോയി നമ്മളെ ഹെൽത്തി ആയിട്ട് നമ്മളെ ബോഡി സെറ്റ് ആയിട്ട് നമ്മൾ തന്നെ നേരെ ലോണ്ടറി പോയി നമ്മളെ യൂണിഫോം എല്ലാം വാങ്ങിച്ച ശേഷം നേരെ ഡ്രസ്സിംഗ് റൂമിൽ ചെന്ന് നമ്മളെ ഡ്രസ്സ് എല്ലാം ചേഞ്ച് ചെയ്യും. തന്നെങ്കിൽ എല്ലാ മെസ്സേജിനും ഞാൻ എന്റെ വീഡിയോസ് ആയിട്ട് ഞാൻ റിപ്ലൈ എല്ലാവർക്കും കൂടെ ഞാൻ ഒരുമിച്ച് തരാം. ആയിട്ട് ടൈപ്പ് ചെയ്ത് ഓരോ കാര്യങ്ങൾ പറയാൻ എനിക്ക് ടൈം കളയാം. നിങ്ങൾ എന്തായാലും എനിക്ക് മെസ്സേജ് ഇട്ടോ, ഞാൻ അതുപോലെ നിങ്ങൾക്ക് ഞാൻ മെസ്സേജ് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. 4 മണി കഴിഞ്ഞപ്പോൾ നേരെ നമ്മൾ കഫ്റ്റീരിയയിൽ പോയി. നല്ല വിശപ്പുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് ചിക്കൻ ഉണ്ടായിരുന്നു. ഇതിൽ ചിക്കനുള്ള സമയം എനിക്ക് ഭയങ്കര സന്തോഷമാണ്, കാരണം നമുക്ക് പ്രോട്ടീൻ കോൾ അന്ന് നമുക്ക് ഇഡ്ഡലിയായിട്ട് നമുക്ക് ഹിറ്റ് ചെയ്യാൻ പറ്റും, വലിയ പാടൊന്നുമില്ല. അതുപോലെ നേരെ കിച്ചണിൽ കയറി നമ്മളെ വർക്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്ത ശേഷം നമ്മൾ നേരെ ഇറങ്ങി. കുറച്ച് നേരത്തെയാണ് ഇറങ്ങിയത്. അതുപോലെ ഇറങ്ങിയ ശേഷം നേരെ നമ്മളെ ഡ്രസ്സും ചേഞ്ച് ചെയ്ത് നേരെ ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങി. നേരെ നമ്മൾ ബസ്സിൽ കയറി നമ്മൾ നേരെ അപ്പാർട്ട്മെന്റ് എത്തി നേരെ വന്ന് കിടന്നുറങ്ങി. ഓക്കെ ബൈ.